പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു, നിന്റെ ഹസ്ബൻഡിനെ കോൺടാക്ട് ചെയ്യാൻ നിന്നെ എത്ര രൂപയ്ക്ക് കിട്ടുമെന്ന് അവനോട് ചോദിക്കാനാണ് എന്നുള്ള ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു. നീ എങ്ങനെ പറഞ്ഞോടാ? ഇവനെ എന്നാ പണലാൻ സൊല്ലുക സാമി കൊളത്തല പോട്ടലാകമാ. ഈ പറയുന്ന ആൾക്കാർ ഒരു 100 രൂപ ഇവരോട് കടം ചോദിച്ചാല് ഒന്ന് രാത്രി വരാമോന്നല്ലേ പറയുള്ളൂ. നിനക്ക് നാണല്ലടാ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ഒക്കെ ഒരു ജാതി അലവലാദികളാ, നീ അത് കാര്യാക്കണ്ട. ഒരു ഷോർട്സ് അല്ലെങ്കിൽ കുറച്ച് ക്ലീവേജ് കാണിക്കുക. പക്ഷെ ഇത് കാണുന്നവർക്ക് അത് വലിയ തെറ്റായിട്ട് കാണുന്നത് എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അത് അവരുടെ ചിന്താഗതിയാണ്. സൊസൈറ്റി ഒരു മയർന്നാണ്. വെറും ഞാൻ അങ്ങനെ പുറത്ത് ക്യാമറമാന്റെ കൂടെയോ അങ്ങനെ വീഡിയോസ് ഫോട്ടോസ് എടുക്കാൻ ഞാൻ പോകുന്ന ഒരാളല്ല. നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞാ മതി. പോയാൽ ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ലായിരിക്കും. ഇത് എന്റെ വീഡിയോസ് ഫോട്ടോസ് എടുക്കുന്നത് ഹസ്ബൻഡാ. ഇതിനുള്ള തെറി ഞാൻ ഇന്ന് തന്നെ പുള്ളിക്ക് കേൾപ്പിച്ചു കൊടുക്കാട്ടോ. അതൊക്കെ ഇവിടെ പറഞ്ഞു, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ന്യൂജൻ പിള്ളേർക്കൊന്നും അതൊന്നും അറിയത്തില്ല. പണ്ടത്തെ ചേട്ടന്മാരൊക്കെ കുളിസി കാണാൻ വേണ്ടി എത്ര പേര് ചേച്ചിമാര് കുളിച്ചോണ്ടിരിക്കുമ്പോ എത്ര പേര് കവുങ്ങിന്റെ മുകളിലും തെങ്ങിന്റെ മുകളിലൊക്കെ കയറി നോക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതൊന്നും എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അത് ഇത്ര തെറ്റാ? അത് തെറ്റ്. ഓ പിന്നെ കുറച്ച് ആൾക്കാർ അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് യൂസ് ചെയ്യിക്കാന്ന് തോന്നിട്ടൊക്കെ ഉണ്ട്. അതാ നിനക്കൊരു നാണം. ശരിക്കുള്ള നിമിഷം എന്താ? ശരിക്കുള്ള നിമിഷം ഞാൻ കാണിച്ചു തരാം. എവിടെ ആണല്ലോ. ഞാൻ സാധാരണ ഒരു ഫാമിലി ഒരു കുടുംബിനി ആയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോഴല്ലേ? അല്ല, ഞാനൊരു ഷോർട്സ് അല്ലെങ്കിൽ കുറച്ച് ക്ലീവേജ് കാണിക്കുക. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. അല്ലെങ്കിൽ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസിനൊക്കെ തംബ്നെയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് ക്ലീവേജ് കാണുന്നു. എന്നെ സംശയിക്കരുത്. അവര് നമ്മളെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അതും അല്ലെങ്കിൽ കുറച്ച് വയറ് കാണുന്നതും കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോസ് ആണ് യൂസ് ചെയ്യുക. എന്താ പെണ്ണ് പറഞ്ഞിട്ട് പോയത് കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല. അങ്ങനെ കിട്ടാലേ റീച്ച് ഉള്ളൂ എന്ന് നിമിഷക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊന്നും വെളി പറയരുത് കേട്ടോ, നാണക്കേടാണ്. എന്ത് കാണണോ അത് അവര് കണ്ടോട്ടെ. ഞാൻ എന്റെ വീഡിയോ ആയിട്ട് മുന്നോട്ട് തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ആളുകൾക്ക് ഉച്ചഭക്ഷണം കിട്ടുന്നു, സന്തോഷത്തിന് കുറച്ച് പൈസ കിട്ടുന്നു, ചാനലുകാർക്ക് കുറച്ച് പരസ്യം കിട്ടുന്നു, കാണുന്നവർക്ക് എന്ത് കിട്ടുന്നു അത് കാണുന്നവരോട് ചോദിക്കേണ്ട കാര്യം.